ഹായ് ഫ്രണ്ട്സ്, അപ്പം രാവിലെ എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് കേട്ടോ. 2-3 ദിവസം കൊണ്ടുണ്ടല്ലോ തലേ വെളിച്ചെണ്ണയില്ലാതെ കുളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കേട്ടോ. അപ്പം ഞാനെന്തെടുത്തെന്ന് അറിയുമ്പോൾ ഇന്നലെയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എടുത്ത് തലയിലോട്ട് അങ്ങ് കമത്തി ഇച്ചിരി നേരം കഴിഞ്ഞിട്ടുണ്ടല്ലോ തലയൊക്കെ നല്ലവണ്ണം പൊത്തി വെച്ചിട്ട് അങ്ങ് കുളിച്ച് കഴിഞ്ഞപ്പോഴൊരു ഭയങ്കര ഒരു തണുപ്പും കൂളിങ്ങൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ജോലികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചേട്ടോ. ഇത്രയും ഇച്ചിരി നീണ്ട ഒരു വീഡിയോസാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇത്രയും നീണ്ട വീഡിയോസൊന്നും നമ്മൾ അങ്ങനെ ഇട്ടിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലല്ല നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഒരു ഫ്ലാറ്റിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് വീഡിയോസിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആരും ബാഡ് കമൻറ്റ് കൊണ്ട് എന്നെ അഭിഷേകങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. അതാണ് നമ്മൾ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും നമ്മൾ ഈ പറയുന്നത് കേട്ടോ. രാവിലെ പിന്നെ കാപ്പിയൊക്കെ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊന്നും വീഡിയോസ് ഞാൻ എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു കൊച്ചു വീഡിയോസ് എടുത്തിടാമല്ലോ, ഒത്തിരി നാളായാലോ വീഡിയോസായിട്ട് നമ്മൾ ഇട്ടിട്ടെന്ന് വിചാരിച്ചിട്ടാണ് മുറ്റത്തിട്ടാണ് കഞ്ഞിയൊക്കെ വെക്കുന്നത്. എന്നുമാണെങ്കിൽ ഗ്യാസിനകത്തിട്ട് ഇങ്ങനെ വെക്കുമ്പം തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ. നാട്ടിലാകുമ്പോൾ എനിക്ക് അടുപ്പൊക്കെ അടിപൊളിയായിട്ടൊക്കെ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ രാവിലെ അരി അങ്ങ് അടുപ്പിലിട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി വെള്ളം വെക്കും. കാരണം എന്താണെന്നറിയാമോ, വെള്ളം തീർന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ വെള്ളം എടുത്തങ്ങോട്ട് അരിക്കകത്തോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അരി അങ്ങ് വേകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്നലെ കുറേ പൊത്താനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നു ഫുള്ളിൻ്റെ ജോലി കേട്ടോ. അപ്പം പിന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഞാനാണ് ഗൈസ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ തുണികളെല്ലാം കഴുകി വൃത്തിയാക്കി. ഏറ്റവും നല്ല വാഷിംഗ് മെഷീനാണ് ഞങ്ങളുടേത് കേട്ടോ. അതായത് എൻ്റെ സ്വന്തം കൈ. പിന്നെ മുളകും മല്ലിയും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇനി വൃത്തിയാക്കി പൊടിപ്പിക്കണം. കൊച്ചവന് കുറച്ച് ഓട്സ് കാച്ചണമെന്ന് പറഞ്ഞു കേട്ടോ. അവനിങ്ങനെ കാപ്പിയും അതും ഇതും ഇഡ്ഡലി ഉണ്ടാക്കുമ്പം പറയും, അമ്മ എനിക്ക് ദോശ വേണം, ദോശ ഉണ്ടാക്കുമ്പം പറയും ചപ്പാത്തി വേണം, അങ്ങനെ കേട്ടോ. അപ്പോൾ ഇപ്പം പറഞ്ഞിടത്ത് ഓട്സ് കാച്ചി തരുമോ എന്ന് ചോദിച്ചപ്പം പിന്നെ ഞാൻ വെച്ചിരുന്ന പാലിനകത്ത് കുറച്ച് ഓട്സൊക്കെ അങ്ങ് കാച്ചി കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ. അപ്പോഴത്തേക്ക് കഞ്ഞി റെഡിയാകും. ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് ഇച്ചിരി കഞ്ഞിയും കൊടുത്ത് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇച്ചിരി ചോറ് കൊടുക്കുക. എന്തായാലും വീട്ടിൽ നിൽക്കുമല്ലേ. അപ്പോൾ ഈ പനിയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനായി ഒരാഴ്ചത്തേക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റാതായപ്പോഴത്തേക്ക് കുഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ച് പോയി. നാട്ടിലോട്ടൊന്ന് കൊണ്ടുപോയപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കൊല്ലാൻ വന്നു കേട്ടോ. എന്ത് പറ്റിയോ, കൊച്ചി ഇത്രയും ക്ഷീണിച്ച് പോയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ അമ്മമാർക്ക് എപ്പോഴും പരാതി കേൾക്കേണ്ടതാണല്ലോ. കാരണം കൊച്ചി ക്ഷീണിച്ചിരിക്കും, നമ്മളെ അമ്മമാർ നന്നായിരിക്കും. എന്താണോ അതിൻ്റെ ഗുഡൻസ് എനിക്കറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതല്ല ഇനി ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇനി കുഞ്ഞിന് അതെല്ലാം ഒന്ന് കൊടുക്കേണ്ടത്. ഓട്സ് കാച്ചിയത് വേണമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ വിചാരിച്ചതില്ല ഞാനത് കാച്ചി കൊടുക്കുന്നു കേട്ടോ. അതിൻ്റെ മൂശാട്ടം ഒക്കെ ആയിട്ടിരിക്കും കേട്ടോ. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മളത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ പാടാണ് തിന്നാൻ. അത് നോക്കി ഇങ്ങനെ ഇരിക്കും. തിന്നാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമുക്കുണ്ടല്ലോ ഈ വൃത്തിയാക്കലാണ് മെയിൻ പണി അല്ലേ. നമ്മുടെ അടുക്കളയൊന്ന് വൃത്തിയാക്കി, നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കി, നമ്മുടെ ആ പാത്രം കൂടെ ഒന്ന് കഴുകി സെറ്റാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വീട്ടിൽ പകുതി ജോലി ഒതുങ്ങി. ഞാനങ്ങനെയാണ് കരുതുന്നത് കേട്ടോ. പിന്നെ പെട്ടെന്ന് അരി അങ്ങോട്ട് വേവുന്ന സമയം കൊണ്ട് പെട്ടെന്ന് കറികളും ഉള്ള തുണികളും കഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥതയോടെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറിയൊന്ന് ഇരിക്കാം. അപ്പം നമ്മുടെ മെയിൻ പണിയാണ് ഞാനിപ്പോൾ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ടേ ഉള്ള എല്ലാം തൂത്ത് വൃത്തിയാക്കിയതുകൊണ്ട് വലിയ ചപ്പും ചവറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മുറികളിലായാലും എല്ലാം. പിന്നെ കുറച്ച് തുണി മടക്കാനുള്ളതേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ പെട്ടെന്ന് ഇന്നലെ രാത്രിയിൽ എല്ലായിടവും വൃത്തിയാക്കി ക്ലീനാക്കിയതുകൊണ്ട് വലിയ ചപ്പും ചവറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ കാര്യം ഞാനങ്ങ് രക്ഷപ്പെട്ടു. എൻ്റെ അടുക്കളയിലെ ഒരു ഏകദേശം രൂപമാണിത് കേട്ടോ. രാവിലെ ചേട്ടനുള്ള ജോലികളെല്ലാം ഒതുക്കി ചേട്ടനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്തു വിട്ടപ്പോഴത്തേക്ക് ഇത്രയൊക്കെ ആയി. അപ്പം എന്താ നമുക്ക് കുറേ മത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട്, മത്തിയൊക്കെ എടുത്ത് നല്ല സെറ്റാക്കി അങ്ങ് തേങ്ങയൊക്കെ അരച്ച് നല്ല ഒരു മത്തിക്കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഈ പാത്രങ്ങളെല്ലാം കഴുകണം. ഈ സിങ്കി കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് വേണം ഇനി നമുക്ക് കറിയിലോട്ടാകാൻ. ഇത് ഇന്നലത്തെ ഇച്ചിരി കറിയുണ്ട് ബാലൻസ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീനുമായിരുന്നു, നല്ല മീൻ കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനുണ്ടല്ലോ ഇന്നലെ ഒരു പരീക്ഷണം നടത്തിയതാണ്. കുക്കറിനകത്തിട്ട് ഞാൻ കറി വെച്ച് ആ കുക്കറിനകത്തിലെ കറി ഞാൻ എടുത്ത് പിന്നെ ചട്ടിക്കകത്തോട്ട് എടുത്ത് ഒഴിച്ചാണ് കേട്ടോ. കുക്കറിനകത്തിലെ കറി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് ഞാൻ ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട്, പക്ഷേ കൊള്ളാൻ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ ഇതും രസവും ഇച്ചിരി തോരനും ഒക്കെ കൂട്ടി അങ്ങ് കൊടുത്തു വിട്ട് ഇനി നമുക്കുള്ളതെല്ലാം നമ്മളിനി ആദ്യം മുതൽ ഉണ്ടാക്കണം കേട്ടോ. ഇത് പക്ഷേ ഞാൻ കളഞ്ഞില്ല, കാരണം ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ആയതുകൊണ്ട് ഞാനത് കളഞ്ഞില്ല കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ജോലിയിലിട്ട് നോക്കിയാലോ. ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നലെ ഞാനൊരു വീഡിയോസ് ഇട്ടപ്പം പറയാമെന്ന് ചേച്ചി കോയമ്പത്തൂരല്ലേ, പിന്നെ എന്താ ഈ മലയാളം പത്രം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എൻ്റെ നാട്ടിൽ ഞാൻ പത്രമൊക്കെ വരുത്തി, നമ്മൾ പത്രമൊക്കെ വായിക്കുന്ന ചെറിയ
ചെറിയൊരു ശീലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ പത്രമൊക്കെ ഞാനിനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ സിങ്കിൻ്റെ ഇതിൻ്റെയൊക്കെ മുണ്ടയ്ക്ക് ഇച്ചിരി പത്രമൊക്കെ ഇട്ടിട്ട് വേണം എനിക്ക് ചോറും കറികളൊക്കെ റെഡിയാക്കാനും ഒക്കെ എടുത്ത് വയ്ക്കാനും ഒക്കെ. എന്നാലും അതൊരു തൃപ്തി കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള പത്രമാണ് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത് ഇനി അതുപോലുള്ള മെസ്സേജ് ഒന്നും വരരുത്. ഞാൻ ക്ലിയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. പാത്രം കഴുകി എത്ര കഴുകിയാലും നമ്മുടെ വീട്ടിലൊരു പാത്രം എന്ന് പറഞ്ഞൊരു സാധനം അത് കേട്ടോ എപ്പോഴും നമ്മൾ ആ ഒരു കാര്യമാണ് നമ്മൾ ദിവസം ഒരുപാട് വട്ടം നമ്മൾ കഴിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് രാവിലെ ചായയൊക്കെ ഇട്ടിട്ടും അതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. 3 ചായ ഇനി അടുത്ത ചായ 3 വേണമെന്ന് പറഞ്ഞപ്പോൾ ഇനി 2ാമത് ഞാൻ ചായ ഇട്ടു. അതിൻ്റെ പാത്രങ്ങൾ ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അത് മാത്രമല്ല പിന്നെ രാവിലെ ചേട്ടൻ ജോലിക്ക് പോയതിൻ്റെ വകയായിട്ട് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രാവിലെ വെളുപ്പിന് 5:30 എണീച്ച് ചേട്ടനുള്ള ചോറും കറിയെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടാണ് നമ്മൾ. അപ്പോൾ അതിന് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. ചേട്ടൻ്റെ കുറേ നടപ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ അതൊന്നും കഴുകി ചേട്ടൻ പിന്നെ കുറേന് പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ച് തുണിയൊന്നും കഴുകിയിട്ട് വെയിലിന് മുമ്പായിട്ട് അതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പാത്രത്തിലോട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ഇത്രയും പാത്രം കൂടിപ്പോയത്. അരി പെട്ടെന്ന് വെന്ത് കേട്ടോ. പെട്ടെന്നല്ല 2-2.5 മണിക്കൂർ കഴിഞ്ഞ് അരി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ അടുപ്പിൽ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കേട്ടോ. പുകച്ചൊവയൊന്നും എടുക്കത്തൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടും. ഫ്ലാറ്റിൻ്റെ മുകളിൽ അങ്ങ് പോയി ചെയ്ത് കേട്ടോ മുളകും മല്ലിയും മേടിക്കാൻ. മുളക് നന്നായിട്ട് കഴുകിയായിരുന്നു. എൻ്റെ വീഡിയോസൊന്നും എടുത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഒറ്റ കൈ കൊണ്ട് വീഡിയോസും കഴുകുന്നതും എല്ലാം കൂടി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് പിന്നെ ഒരു ബിഷോപ്പറിനകത്തോട്ട് രാവിലെ കഴുകി വെച്ചത് കേട്ടോ. ഇപ്പം തന്നെ നല്ലവണ്ണം തോന്നിട്ടുണ്ടായിരുന്നു. അതൊരു ബിഷോപ്പറിനകത്തോട്ടെല്ലാം തട്ടിക്കൂട്ടിയെല്ലാം ഇട്ട് വൃത്തിയാക്കി നല്ലവണ്ണം അഴുക്കും പൊടിയും മുളകിനകത്ത് ശരിക്കും അഴുക്കുണ്ടായിരുന്നു കേട്ടോ. നല്ലവണ്ണം 2 ചുമ്മാ ഒന്ന് മുക്കി ഇങ്ങെടുക്കും. പക്ഷേ നന്നായിട്ടൊന്നും മുക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും കാരണം ഉണങ്ങി കിട്ടിയില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ട്. പിന്നെ മല്ലി പിന്നെ നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകണം. കാരണം അത്രയ്ക്ക് വലിയ അഴുക്കാണ് മല്ലിക്കകത്ത് കേട്ടോ. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ മേടിക്കത്തില്ല. പണ്ടേ അതങ്ങനെ മേടിച്ച് ഞാൻ ഉപയോഗിക്കത്തില്ല. ഇതുപോലെ തന്നെ ഞാൻ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ല ഓണം മത്തിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ല മാങ്ങയാക്കിയിട്ട് നമുക്കൊരു പച്ചക്കറി വെക്കാം. മീനെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. മീനെല്ലാം വെട്ടി നമ്മൾ ക്ലീനൊക്കെ ആക്കിയിട്ട് ഇനി അതിന് അരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാവേ. തേങ്ങ വെള്ളം ഇഷ്ടമില്ലാത്ത ആരാണുള്ളത്? എനിക്കാണെങ്കിൽ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് തേങ്ങ വെള്ളം വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കാനായിട്ട് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും പിന്നെ ഇതാ ഉലുവയുടെ പൊടിയല്ല ഉലുവയാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചങ്ങെടുക്കാവേ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അരപ്പൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഇനി കുറച്ച് മാങ്ങയും കൂടി ഇടണം. അങ്ങനെ ഇതാ നമ്മുടെ പച്ചമാങ്ങയും ഇത് കണ്ടാൽ പഴുത്തതുപോലെ തോന്നുമെങ്കിലും ഇത് പഴുത്തൊന്നുമില്ല. ഒരു പുളിയാണല്ലോ, അങ്ങേ അറ്റം വരെ പുളി എന്ന് പറയും. ബാക്കി നിങ്ങൾ കുരിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറക്കാർ പറയുന്ന ഒരു ഭാഷയുണ്ടല്ലോ, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം പച്ചമുളകും മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടങ്ങോട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ട് സെറ്റാക്കി ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കുണ്ട് നല്ല അടിപൊളി കറിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മാങ്ങയൊക്കെ ഇട്ട് പച്ചക്കറിയൊക്കെ വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റാവട്ടെ. ഇനി ഒന്നും നോക്കണ്ട, അറിയാലോ എല്ലാവർക്കും. അപ്പം ഞാനൊരു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇച്ചിരി ടാങ്കൊക്കെ ഇട്ട് കലക്കി പിന്നെ അതങ്ങ് കുടിക്കാമെന്ന് വെച്ചിട്ട്. നമ്മളുണ്ടല്ലോ വീട്ടിൽ നിൽക്കുമ്പോഴേ നമ്മൾ സാധാ വീട്ടിൽ നിൽക്കണം നമ്മുടെ വേഷം ഇതൊക്കെയല്ലേ. പക്ഷേ ഈ സീരിയലിനകത്ത് മാത്രം വീട്ടിൽ നിൽക്കുമ്പോഴേ ഇത്രയൊക്കെ അടിപൊളി സാരിയും അല്ലെങ്കിൽ ചുരിദാറും അല്ലെങ്കിൽ ഇത്രയും പൊന്നും നല്ല അടിപൊളി ബ്യൂട്ടി പാർലറൊക്കെ പോയി നല്ല സെറ്റായിട്ട് ഒരുങ്ങി നിൽക്കുന്നില്ലേ. അപ്പം നമ്മുടെ വേഷം ഇതൊക്കെ തന്നെയല്ലേ. എന്നെപ്പോലെ തന്നെ എല്ലാവരുടെയും. പിന്നെ കമ്മലൊന്നും ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ നാരങ്ങാവെള്ളം എല്ലാം കുടിച്ച് ഇങ്ങനെ ക്ഷീണമൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ തിളച്ച് ഏകദേശം സെറ്റായിട്ടുണ്ട്. കറി അടിപൊളിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തൊരു ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഒരുപാടൊന്നും ആവണ്ട, ശകലം വെളിച്ചെണ്ണ മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാലുണ്ടല്ലോ അടിപൊളി കറി സെറ്റായി കേട്ടോ. പിന്നെ പിന്നെ നമ്മൾ കടുകൊക്കെ താളിച്ചൊഴിക്കും. പക്ഷേ ഇന്ന് ഞാനതൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പം കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വലിയ കറികളും കാര്യങ്ങളും ഒന്നുമല്ല, മീൻകറി തന്നെയാണ് രണ്ടും. ഒന്ന് മുളക് കറിയും ഒന്ന് പിന്നെ കുറച്ച് രസം ഇരിപ്പുണ്ട്, പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. അതൊക്കെ കൂട്ടി നമുക്കങ്ങ് തിന്നാമെന്ന് വിചാരിച്ചു. ചോറില്ലോ ഇതിങ്ങോട്ട് ഇനി നമ്മൾ ചോറുണ്ടാൻ പോകാം കേട്ടോ. അപ്പോൾ എന്താ ഇന്ന് വെച്ച മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ മുളക് കറിയുണ്ട്, പിന്നെ ഇച്ചിരി അച്ചാറുണ്ട്, പിന്നെ രസം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മോനാണെങ്കിൽ മുളക് കറി ഒരുപാടൊന്നും ഇഷ്ടമല്ലെങ്കിലും അവന് അച്ചാറും ഒരു ലേശം മുളക് കറിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് മത്തി വലിയ പാടാണ് കൂട്ടാൻ. പിന്നെ ഞാനാണെങ്കിൽ ഇന്നാണെങ്കിൽ എടുത്ത് വറുത്തതില്ല, വറുക്കാനെല്ലാം കൂടെ പെരട്ടി വെച്ചെങ്കിലും വറുത്തിട്ടില്ല. കാരണം ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് വൈകിട്ട് ചൂടോടെ വറുത്ത് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. താങ്ക്